മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലെ തിരൂർ സ്വദേശിയാണ്. ഇന്നിപ്പോ സംസാരിക്കുന്നത് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ഗ്ലോബൽ സിഇഒ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി, ഒരു സാധാരണക്കാരന് വിജയിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു അവസരം. ഇത് നമുക്ക് ഇന്നിവിടെ പ്രസന്റ് ചെയ്യാൻ അവസരം തന്നുള്ളത് വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷനാണ്. വിന്നിംഗ് ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജയ്പൂർ ആസ്ഥാനമായിട്ടുള്ള ഓർഗനൈസേഷനാണ്. ശ്രീ SB ബാലി സാറാണ് അതിന്റെ സ്ഥാപകൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷനിൽ കൂടെ വന്നുള്ള ഈ ഒരു ഓർഗനൈസേഷനിൽ ധാരാളം വിജയിച്ച വ്യക്തികളുണ്ട് ഈ ഒരു സിഇഒയിൽ കൂടെ. അപ്പോ ഇന്ന് നമുക്ക് ഈ ഒരു സിഇഒ പ്രസന്റേഷൻ ചെയ്തു തരാൻ വരുന്ന വ്യക്തി എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പവർഫുൾ ലേഡിയാണ്. അത് മാത്രമല്ല, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്തത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. കൂടാതെ അവരുടെ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ആശംസിക്കുകയാണ്, അനുമോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു അവസരം മുതൽക്കൂട്ടാവും. അപ്പൊ എല്ലാവരും ഇതിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സുഷിത മാം ഫ്രം എറണാകുളം, പ്ലീസ് ജോയിൻ മാം. താങ്ക് യു സോ മച്ച് ഗീത മാം. വളരെ നല്ല രീതിയിൽ തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സുഷിത, എറണാകുളം ജില്ലയിലെ കോതമംഗലത്തു നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് ഈ ഒരു പ്രസന്റേഷനിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാനും ഒന്നുകൂടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഈ ഒരു പ്രസന്റേഷൻ കേൾക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ പ്രത്യേകം കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ് കേട്ടോ. കാരണം നിങ്ങളുടെ ലൈഫിലെ കുറച്ച് സമയം ഈ ഒരു ബിസിനസ് പ്രസന്റേഷൻ എന്താണ് എന്ന് കേൾക്കാനായിട്ട് നിങ്ങൾ മാറ്റിവെച്ചു അല്ലെ. അത് തന്നെ വലിയൊരു കാര്യമാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഈ മാറ്റിവെച്ച സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും. ഈ ഒരു സമയം മാറ്റിവെച്ചു ഇത് എന്താണ് എന്ന് കേൾക്കാനായിട്ട് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും. അപ്പൊ നല്ലൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. ഇപ്പോ പറഞ്ഞു, ഏതൊരു മേഖലയിൽപ്പെട്ട വ്യക്തികൾക്കും ഈ ഒരു ബിസിനസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഈ ഒരു പ്രസന്റേഷന്റെ ലിങ്ക് കണ്ടപ്പോൾ നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടാവും. ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു എന്നെ ഒരു ബിസിനസ് എന്റർപ്രണർ ആക്കി മാറ്റിയിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെ ഈ ഒരു പ്രസന്റേഷനിൽ ക്ലോസിംഗ് സെഷനിൽ സംസാരിക്കുന്ന മാം വേറൊരു തൊഴിൽ മേഖലയിൽ നിന്നാണ് കടന്നു വന്നത്. പക്ഷേ ഈ ഒരു ബിസിനസിന്റെ സാധ്യതകളൊക്കെ മനസ്സിലാക്കി ഈ ബിസിനസ്സിൽ നിന്ന് വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ മാമിന്റെ വാക്കുകളും നമുക്ക് ഈ പ്രസന്റേഷനിൽ ലാസ്റ്റ് കേൾക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രസന്റേഷൻ ഒരു 1 hour ആയിരിക്കും ഫുൾ ആയിട്ട് ഉണ്ടാവുക. അതിലൊരു 40 മിനിറ്റ് കൊണ്ട് ബിസിനസ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഒരു സ്ലൈഡിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോ ഫുൾ ശേഷം നല്ലൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് മാത്രം ഈ ഒരു പ്ലാറ്റ്ഫോം ലീവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്ലൈഡിലേക്ക് കടക്കാം. ഓക്കെ, സാധാരണ ഇപ്പോ ഒരു ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു കാര്യം എന്താണ്? ശരിക്കും പറഞ്ഞാല് പൈസ തന്നെയാണ് അല്ലെ. എത്രമാത്രം നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ട് എന്നതിനനുസരിച്ചിട്ടായിരിക്കും ഒരു ബിസിനസ് നമ്മൾ ഫോം ചെയ്യുന്നുണ്ടാവാം. എന്ത് ബിസിനസ് വേണം എന്ന് തെരഞ്ഞെടുക്കുന്നുണ്ടാവാം അല്ലെ. പക്ഷെ ഇവിടെ സീറോ ഇൻവെസ്റ്റ്മെന്റിലാണ് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിന്നിംഗ് ടീം, ദ ടീം ഓഫ് ചാമ്പ്യൻസ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിട്ടുള്ള വിന്നിംഗ് ടീമിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പേരിൽ തന്നെയുണ്ട് ദ ടീം ഓഫ് ചാമ്പ്യൻസ്, വിജയിച്ചവരുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ ടീം വിജയിച്ചു വന്ന വഴികൾ മാത്രം നമ്മളിലേക്ക് പറഞ്ഞു തന്നുകൊണ്ട് പേഴ്സണലിയും ഫിനാൻഷ്യലിയും നമ്മളെ ഡെവലപ്പ് ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വിന്നിംഗ് ടീം എന്ന് പറയുന്നത്. വിന്നിംഗ് ടീമിന്റെ ഡ്രീം പ്രോജക്റ്റ് ആണ് CEO, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. സ്മാർട്ട് കൺസ്യൂമറിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് ഒരു വരുമാനം കൂടി നേടിത്തരുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സിസ്റ്റം. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാ വ്യക്തികളും കൺസ്യൂമേഴ്സ് ആണ് അല്ലെ. പക്ഷെ ഒരു കൺസ്യൂമർ എന്നതിലുപരി സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ വരുമാനം ഉപയോഗിച്ചിട്ട് വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നു എന്നല്ലാതെ നമ്മുടെ ലൈഫിലേക്ക് വേറെ യാതൊരു തരത്തിലുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ ഈ ഒരു പ്രസന്റേഷൻ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് അതിനെല്ലാം സാധിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. വാട്ട് ഈസ് യുവർ ഡ്രീം? എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ? എനിക്കും നിങ്ങൾക്കൊക്കെ സ്വപ്നങ്ങളുള്ള വ്യക്തികളാണ് അല്ലെ. നമ്മുടെ സ്വപ്നങ്ങൾ എല്ലാം വ്യത്യസ്തങ്ങളായിരിക്കാം. ഒരുപാട് പൈസ വേണം, കാറ് വേണം, വീട് വേണം, വേൾഡ് ടൂർ പോകണം, അങ്ങനെ ഒത്തിരി സ്വപ്നങ്ങൾ.
പക്ഷെ നമ്മുടെ സ്വപ്നങ്ങൾ എന്തെല്ലാമാണ് എന്നതിലുപരി നമ്മളുടെ സ്വപ്നങ്ങൾ എന്തുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം ചിന്തിക്കാനായിട്ട്. കാരണം നമ്മളുടെ സ്വപ്നങ്ങളിൽ ഇപ്പോൾ ഡ്രീം കാർ വേണം, അല്ലെങ്കിൽ ഡ്രീം ഹൗസ് വേണം, ഒരുപാട് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാകാം, ഒരുപാട് വില പിടിച്ചിട്ടുള്ള ആഡംബര കാറുകളാവാം. പക്ഷെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഇല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളൊന്നും നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കാറില്ല, അല്ലെ? അപ്പൊ അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം, വിന്നിംഗ് ടീം നമുക്ക് തരുന്ന ഒരു വിന്നിംഗ് ടീം നമുക്ക് പറഞ്ഞു തരുന്നതാണ്, ഒരു സക്സസ്ഫുൾ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്. സക്സസ്ഫുൾ ലൈഫ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഇനഫ് മണി, ഇനഫ് ടൈം, പ്രോപ്പർ ഹെൽത്ത് ആൻഡ് ലൈഫ് സെക്യൂരിറ്റി. ഈ 4 കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആയി എന്ന് പറയാനായിട്ട് സാധിക്കുക. അതായത് ആവശ്യത്തിന് പൈസ വേണം. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കുന്നതിൽ പൈസയ്ക്ക് നല്ലൊരു പങ്കുണ്ടല്ലേ. ഡ്രീം കാർ സ്വന്തമാക്കണം, ആവശ്യത്തിന് പൈസ ഇല്ലെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിന് പൈസ വേണം. ഇനി ഒരുപാട് പൈസയുള്ള വ്യക്തിയാണ്, ആരോഗ്യവും അതുപോലെ തന്നെ സമയം ഇല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല, അല്ലെ? ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എപ്പോഴും ആശുപത്രിയിലുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ഒരുപാടുള്ള പൈസയും സമയവും ഒക്കെ ഈ ഒരു അസുഖാവസ്ഥയിലേക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത്ര രീതിയിൽ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഒരു ലൈഫ് ആസ്വദിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ 3 കാര്യങ്ങളും നമുക്ക് കൂടിച്ചേരണം, അല്ലെ? അത് നമുക്ക് ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ മാത്രം മതിയോ? പോരാ. ഇത് ലൈഫ് ലോങ് വേണം, നമ്മുടെ ലൈഫ് ലോങ് വേണം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ തലമുറയും അവരുടെ തലമുറയും ഒക്കെ സേഫ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ഇതിനെല്ലാം സെക്യൂർ ചെയ്യുന്ന ഒരു ലൈഫ് സെക്യൂരിറ്റി സിസ്റ്റം കൂടെ നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്, അല്ലെ? അങ്ങനെയുള്ള ഒരു ലൈഫ് സെക്യൂരിറ്റി സിസ്റ്റം ആണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വരുമാനമുണ്ട്, അല്ലെ? പലതരത്തിലുള്ള വരുമാനങ്ങളായിരിക്കാം. അപ്പോൾ ഈ ഒരു വരുമാനത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പൊ ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതിനുള്ള ആൻസേഴ്സ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകണം. വാട്ട് ഈസ് യുവർ കറന്റ് ഇൻകം സ്റ്റാറ്റസ്? ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എത്രത്തോളമാണ്? അത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം അതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ ഇൻകം, സോഴ്സ് ഓഫ് ഇൻകം, അതിനെ കുറിച്ചിട്ട് അറിയാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെ? വാട്ട് അബൌട്ട് യുവർ സേവിങ്സ് ഫോർ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തുമാത്രം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്? നിങ്ങളുടെ ലൈഫിൽ ഇനി വരുന്ന കാര്യങ്ങളെല്ലാം, ജോലിക്കൊന്നും പോവേണ്ട, എല്ലാ കാര്യങ്ങളും നമുക്ക് സെക്യൂർ ആണോ? അതുപോലെ തന്നെ കുട്ടികളുടെ ലൈഫും സെക്യൂർ ആക്കി വെക്കാനുള്ള ഇൻകം നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ലെന്ന് വേണം പറയാനായിട്ട്. ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി, എന്തെങ്കിലും തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും, ആ ജോലി നിങ്ങളുടെ ലൈഫിനെ സെക്യൂർ ചെയ്യുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടോ? ഓക്കെ, ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്സ്? നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന വരുമാനം നിലച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്റ്റോപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഭയങ്കര ഒരു ആദിയാണ്, അല്ലെ? കൂലിപ്പണിക്കൊക്കെ പോകുന്നവർക്കാണല്ലോ കൂടുതൽ ആദി ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം ഒരാഴ്ച പണിയില്ലെങ്കിൽ, അല്ലെങ്കിൽ 1-2 ദിവസങ്ങളുടെ പണി ഇല്ല എങ്കിൽ അടുത്ത ആഴ്ചകളിലെ അടവുകൾ അല്ലെങ്കിൽ ആ ഒരു EMI ഒക്കെ എങ്ങനെ അടയ്ക്കുമെന്നുള്ള ഒരു ആദിയിലായിരിക്കും അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഡു യു ഹാവ് ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി ആയിട്ട് ഒരു സമയം കിട്ടുന്നുണ്ടോ? അതായത് അവർ സന്തോഷമായിട്ടിരിക്കുന്ന അവസ്ഥകളിൽ, മക്കളും പാരന്റ്സും ഒക്കെ സന്തോഷമായിട്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് അവരോടൊപ്പം ഒത്തുചേർന്ന് പോകാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ സന്തോഷം പങ്കിടാനായിട്ട് നമ്മൾക്ക് സാധിക്കാറുണ്ടോ? അതാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യങ്ങളിലെ എല്ലാം ഒരു നോ എന്ന ഒരു ആൻസർ ആയിരിക്കും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക. പക്ഷെ ആ നോ എന്ന ആൻസേഴ്സിനെ എല്ലാം നമുക്ക് ഒരു ബിഗ് യെസ് ആക്കി മാറ്റാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇൻകത്തെ കുറിച്ച് കണ്ടു. ഇനി എങ്ങനെയാണ് ഇൻകം നമ്മളിലേക്ക് എത്തുന്നത്? 2 ടൈപ്സ് ഓഫ് ഇൻകം ആണ് നമ്മളിലേക്ക് വരുന്നത്. ഒരു ആക്റ്റീവ് ഇൻകം, അതുപോലെ തന്നെ പാസീവ് ഇൻകം എന്ന് പറയും. ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴൊക്കെ ജോലി ചെയ്യുന്നു അപ്പോൾ മാത്രം കിട്ടുന്ന ഒരു വരുമാനമാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. എംപ്ലോയി, സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക്, അതായത് കൂലിപ്പണിക്ക് പോകുന്നവരാവാം, ഓട്ടോ ഡ്രൈവേഴ്സ് ആവാം, ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ വക്കീലന്മാര്, അവരൊക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. കാരണം അവർ ജോലിക്ക് പോയെങ്കിൽ മാത്രമാണ് അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ടാവുള്ളൂ. ആക്റ്റീവ് ഇൻകം വാങ്ങിക്കുന്ന വ്യക്തികളുടെ പോപ്പുലേഷൻ കണക്കാക്കി നമ്മൾ നോക്കുമ്പോൾ 95% വ്യക്തികളും ഈ ഒരു ആക്റ്റീവ് ഇൻകം വാങ്ങിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ അവരുടെ കൈകളിലുള്ള വരുമാനം എന്ന് പറയുന്നത് വെറും 5% മാത്രമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം പാസീവ് ഇൻകം. പാസീവ് ഇൻകം വാങ്ങിക്കുന്നത് ബിസിനസ് ഓണേഴ്സും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സുമാണ്.
ഒരുപാട് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയൊരു ബിസിനസ് റൺ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ബിൽഡിങ്ങുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അവരെ കുറെ രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഫാമിലിയിലേക്ക്, അവരുടെ ആബ്സെൻസിൽ പോലും അവരുടെ ഫാമിലിയിലേക്ക് വരുമാനം വന്നെത്തുന്ന ഒരു രീതി. പക്ഷെ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മാറി നിന്നാലും അവരിലേക്ക് പൈസ വരുന്നത് അല്ലെ. പോപ്പുലേഷന്റെ 5% വ്യക്തികൾ മാത്രമാണ് ഈ ഒരു പാസീവ് ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ കൈകളിലുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് 95%. നമ്മൾ നേരത്തെ കുറെ സ്വപ്നങ്ങളൊക്കെ കണ്ടുപോലെ. നമ്മുടെ ചുറ്റിലുള്ള ബിസിനസ് ചെയ്യുന്ന വ്യക്തികളെ നോക്കിയാൽ അറിയാം, ഡ്രീം കാർ ഉണ്ടാവും അവർക്ക്, അവരുടെ ഫാമിലിയോടൊപ്പം അവർ വേൾഡ് ടൂർ പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ വലിയ വലിയ വീടുകൾ അവർക്ക് സ്വന്തമായിട്ടുണ്ടാവും. അപ്പൊ ബിസിനസ്സിലാണ് എപ്പോഴും എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് സീറോ ഇൻവെസ്റ്റ്മെന്റിലൂടെ ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് പാസീവ് ഇൻകത്തിലേക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. ഓക്കെ, അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഉണ്ടാവും, നമുക്ക് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്. ഈ ഒരു പ്രസന്റേഷൻ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം ഉണ്ടാവും, എന്താണ് നമുക്ക് കിട്ടാനുള്ള ബെനിഫിറ്റ്. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് പഠിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ചെയ്താൽ എന്ത് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും, അത് നോക്കിയിട്ടായിരിക്കും നമ്മൾ പഠിക്കാനുള്ള ഒരു കോഴ്സും അതുപോലെ തന്നെ ബിസിനസ് ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളും തിരഞ്ഞെടുക്കുക ഉണ്ടാവുക അല്ലെ. അപ്പൊ എല്ലാവർക്കും അറിയേണ്ടത് എന്താണ്, നമുക്ക് എന്താണ് കിട്ടുക, വാട്ട് യു ഗെറ്റ്. ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാമാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത്, അതാണ് ഈ ഒരു സ്ലൈഡിൽ കാണിക്കുന്നത്. ഒരു എക്സ്ട്രാ ഇൻകം ജോലിയുള്ള വ്യക്തികൾക്ക് പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ആവാം. 18 വയസ്സ് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് വരെ, അതുപോലെ വീട്ടമ്മമാർക്കും സീറോ ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഒരു എക്സ്ട്രാ ഇൻകം നേടാനായിട്ട് നമുക്ക് സാധിക്കും. സാധാരണ ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സാലറി ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക അല്ലെ. അവിടെ ഒരു കൂടുതലൊക്കെ ഒരു എക്സ്ട്രാ ഒരു കൂടുതൽ ഇൻക്രിമെന്റ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇവിടെ എക്സ്ട്രാ ഇൻകത്തിന് ഒരു ലിമിറ്റേഷൻ ഇല്ല. നമുക്ക് എത്രമാത്രം ബിസിനസ് ചെയ്യുന്നു അത്രമാത്രം നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എക്സ്ട്രാ ഇൻകത്തിന് ലിമിറ്റേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ട് എക്സ്ട്രാ ഇൻകത്തിന്റെ അളവ് മാക്സിമം കൂട്ടിയെടുത്തുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് സാധാരണ ഫ്രീഡം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ് അല്ലെ. അപ്പോ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു പർച്ചേസിന് പോകുമ്പോൾ, സാധാരണ നമ്മൾ പർച്ചേസിന് പോകുമ്പോൾ എങ്ങനെയാണ്, ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടായിരിക്കും വീട്ടിൽ നിന്ന് തന്നെ പോകുക അല്ലെ. മക്കളോടൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടാവും, റോഡിൽ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും പോയി പിടിക്കേണ്ട, നമ്മൾ വാങ്ങിത്തരില്ല, കാരണം പൈസ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. ഇനി അതൊന്നും പറയാതെ തന്നെ നമ്മളൊരു പർച്ചേസിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നു, അതിന്റെ പ്രൈസ് ടാഗ് മറിച്ച് നോക്കുന്നു, നമ്മുടെ കയ്യിലുള്ള പൈസക്ക് അത് ഇല്ലെങ്കിൽ, നമ്മളെ അത്രയും പൈസ ഇല്ലെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് തിരിച്ചു വെക്കും. തിരിച്ചു വെച്ചിട്ട് നമ്മൾ പറയും പിന്നീട് എടുക്കാം, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ വിലയുടെ ഒരു പ്രോഡക്റ്റ് സ്വന്തമാക്കിയിട്ട് നമ്മൾ തിരിച്ചു വരും. സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ പ്രോഡക്റ്റ് അവിടെ തിരിച്ചു വെക്കേണ്ടതായിട്ട് വരാറുള്ളത്. നമ്മൾ ഈ റെസ്റ്റോറന്റിലൊക്കെ കയറുമ്പോൾ നമുക്കൊരു മെനു തരൂ അല്ലെ. മെനുവിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മുടെ ഐറ്റം ഒക്കെ പേര് മെനു എഴുതിയിട്ടുണ്ടാവുക, അതിന്റെ റൈറ്റ് സൈഡിലായിരിക്കും വില എഴുതിയിട്ടുണ്ടാവുക. സാധാരണ നമ്മളെല്ലാവരും നോക്കുന്നത് ആദ്യം റൈറ്റ് സൈഡ് നോക്കും, വില നോക്കിയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ഫുഡ് കഴിക്കണം എന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കുന്നതിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ എന്ത് തന്നെ ആയിക്കോട്ടെ അതിന്റെ വില നോക്കാതെ സ്വന്തമാക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ടോ. ഇത് കൂടാതെ തന്നെ ടൈം ഫ്രീഡം പോസിബിൾ ആണ്. ഇവിടെ ഇത്ര സമയം ബിസിനസ് ചെയ്യണം, ഇത്ര സമയം ബിസിനസ് ചെയ്യാൻ പാടില്ല, യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. നിങ്ങൾക്ക് എത്രമാത്രം നേരം ഈ ഒരു ബിസിനസിന്റെ സാധ്യതകൾ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നു, അതാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടൈം ഫ്രീഡം ഇവിടെ പോസിബിൾ ആണ്. ഇത് കൂടാതെ തന്നെ ഗുഡ് ഹെൽത്ത്, നല്ലൊരു ആരോഗ്യം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ, നല്ല ആരോഗ്യം. പണ്ടൊക്കെ വീട്ടിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ മതി, സമ്പാദ്യം ഒന്നും ഇല്ലെങ്കിലും വേണ്ടിയില്ല എന്ന് എന്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ എനിക്ക് പറഞ്ഞാല് സമ്പാദ്യം ഒന്നും ഇല്ലെങ്കിലും ആരോഗ്യം നല്ലതാണെങ്കിൽ തന്നെ ഒരു സമാധാനം, പകുതിയിലധികം സമാധാനം നമുക്ക് നേടുന്നുണ്ടാവും. അത്രയും അധികം ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആരോഗ്യത്തിനുള്ളത്. ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് നല്ലൊരു ആരോഗ്യം നേടിയെടുക്കാൻ, നമ്മളോടൊപ്പം കോപ്പറേറ്റ് ചെയ്യുന്ന ഫാമിലീസിലേക്ക് നല്ലൊരു ആരോഗ്യം പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ലിവ് എ ലെഗസി, നമുക്കൊരു ലെജൻഡ് ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ലെജൻഡ് ആയിട്ട് ജീവിക്കുക? സാധാരണ നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളിലേക്ക്, തലമുറയിലേക്ക് പ്രോപ്പർട്ടി കൈമാറ്റം ചെയ്യും, അല്ലെങ്കിൽ ഓർണമെന്റ്സ് കൈമാറ്റം ചെയ്യും, ബാങ്ക് ബാലൻസ് കൈമാറ്റം ചെയ്യും അല്ലെ. അതൊക്കെ നല്ല രീതിയിൽ കൊടുത്തെങ്കിൽ മാത്രമാണ് അവർ നമ്മളെ നല്ല രീതിയിൽ ഓർക്കുന്നുണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഒരു ബാധ്യതയാണ് കൊടുക്കുന്നതെങ്കിലോ
നമുക്ക് ആരും നമ്മളെ ഓർക്കാൻ തന്നെ ആഗ്രഹിക്കും, നമ്മുടെ പേര് പറയാൻ പോലും അവർക്ക് മടിയായിരിക്കും അല്ലെ. പക്ഷെ ഈ ഒരു ബിസിനസ്സും നമുക്ക് നല്ല രീതിയിൽ ചെയ്തു വെച്ചുകൊണ്ട്, നമ്മൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് ചെയ്തു വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ബെനിഫിറ്റ് ആണ് ആസ്വദിക്കുന്നത്, ആ സെയിം ബെനിഫിറ്റോട് കൂടി 18 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളിലേക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും. ഇത് കൂടാതെ തന്നെ അപ്പോൾ വരും തലമുറ തോറും നമ്മളെ ഓർക്കുന്ന രീതിയിലേക്ക് ഒരു ലെജൻഡറി ലൈഫാണ് നമുക്ക് ആസ്വദിക്കാനായിട്ട് ഈ ഒരു ബിസിനസ്സിലൂടെ സാധിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഏർലി റിട്ടയർമെന്റ് പോസിബിൾ ആണ്. ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് സാധാരണ നമുക്കറിയാം, ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഒരു 60-65 വയസ്സ് വരെയൊക്കെ ജോലി ചെയ്യണം. ഇനി കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ ആരോഗ്യം ക്ഷയിക്കുന്ന വരെ ജോലിക്ക് പോകേണ്ട അവസ്ഥയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണാല്ലേ, ഈ തൊഴിലുറപ്പിനൊക്കെ പോകുന്ന, ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട്, വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ടാണ് വല്യമ്മമാര് തൊഴിലുറപ്പിന് പോകുന്നത്. അതായത് അവർക്ക് ആ കുറച്ച് പൈസ, ചിലപ്പോൾ അവർക്ക് ആ ഒരു പൈസ കൊണ്ടൊക്കെ ആയിരിക്കും അവരുടെ ജീവിത ചെലവുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്കൊന്നും റിട്ടയർമെന്റ് ലൈഫേ ഇല്ല. പക്ഷേ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ കമ്മിറ്റഡ് ആയിട്ട്, വളരെ പാഷനേറ്റ് ആയിട്ട്, ഒരു പ്രൊജക്ട് ആയിട്ട് കണ്ടുകൊണ്ട് ഒരു 5 to 10 years കൊണ്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഏർലി റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇത് കൂടാതെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പോസിബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു പ്രസന്റേഷൻ ഞാൻ ചെയ്യുന്നത് ഈ ഒരു ബിസിനസ്സിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു വിന്നിംഗ് ടീമിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ നമ്മൾ കൈവരിച്ചിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് തന്നെയാണ്. എന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇതുകൂടാതെ ട്രാവൽ അറൌണ്ട് ദ വേൾഡ്, നമുക്ക് വേൾഡ് ടൂർ പോസിബിൾ ആണ്. എല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അല്ലെ. അപ്പൊ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇതുകൂടാതെ ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. നമ്മളെല്ലാവരിലും ഒരു ദൈവികതയുണ്ട് അല്ലെ. എല്ലാവരെയും സഹായിക്കണം എന്ന ഒരു ആഗ്രഹമുണ്ട്. നമ്മുടെ അറിയുന്ന വ്യക്തികളായിക്കോട്ടെ, ഒരു പരിചയമില്ലാത്ത വ്യക്തികളായിക്കോട്ടെ, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവർക്ക് പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ സമയം കൊടുത്തിട്ടോ ഒക്കെ നമുക്ക് അവരെ സഹായിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ചെലവുകളും തിരക്കുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പലപ്പോഴും നമുക്കതിന് സാധ്യമാവാറില്ല. പക്ഷേ ഈ ഒരു ബിസിനസ്സിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് നേടിയെടുക്കുന്നത് കൂടാതെ തന്നെ നമ്മളോടൊപ്പം കോപ്പറേറ്റ് ചെയ്യുന്ന ഫാമിലീസിനും അവരുടെ തലമുറയിലേക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേടിക്കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ ഇതില് ഒരുപാട് എക്സ്ട്രാ ഇൻകം, ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ നേടുന്ന വ്യക്തികളാണെങ്കിൽ കൂടെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ടായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. എങ്കിൽ കൂടെ ഇതെല്ലാം ഒരു പാക്കേജ് ആയിട്ട് നമ്മളുടെ ലൈഫിലേക്ക് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിനെല്ലാം വേണ്ടി വിന്നിംഗ് ടീം, ദ ടീം ഓഫ് ചാമ്പ്യൻസ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന കമ്പനിയാണ് വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. 2004 ഡൽഹി ബേസ്ഡ് ആയിട്ട് 10 പ്രോഡക്ട്സും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സും മാത്രമായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഇതിന്റെ ഫൗണ്ടർ ആയിട്ട് വരുന്നത് മിസ്റ്റർ ഗൗതം ബാലി സാറാണ്, ചെയറിലിരിക്കുന്ന വ്യക്തി. അതുപോലെ തന്നെ മിസ്റ്റർ കൺവർ ബീർ സിംഗ് ആൻഡ് മിസ്റ്റർ ദീപക് സു സാറാണ് കോ ഫൗണ്ടേഴ്സ് ആയിട്ട് വരുന്നത്. 21 വർഷം പൂർത്തീകരിച്ചിട്ടുള്ള ഈ കമ്പനിക്ക് ഇപ്പോൾ 450-ലധികം ഓൺ പ്രോഡക്ട്സും 5000-ലധികം ഓഫീസുകളും 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സും സ്വന്തമായിട്ടുണ്ട്. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ലോകത്തിലെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ എടുത്ത് നോക്കിയാൽ നമ്മൾ 38ാമത്തെ പൊസിഷനിലാണ്. ഇപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു 10 പ്രോഡക്ട്സിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ 450-ലധികം ഓൺ പ്രോഡക്ട്സിലേക്ക് ഒരു ഇന്ത്യൻ കമ്പനി 21 വർഷമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ക്രെഡിബിലിറ്റി ഞാൻ പറയാതെ തന്നെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ത്യ കൂടാതെ തന്നെ UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഘാന, ഐവറി കോസ്റ്റ് ആൻഡ് ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിലെല്ലാം കമ്പനി ഓൾറെഡി റണ്ണിംഗിലാണ്. ഇനി വരും വർഷങ്ങളിൽ 30-ലധികം രാജ്യങ്ങളിലേക്ക് കമ്പനി എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നുണ്ടാവും. ഇത് നമ്മുടെ കമ്പനിക്ക് കിട്ടിയിരിക്കുന്ന അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻസ് ആണ്. ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക്, അതുപോലെ തന്നെ ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദ ഇയർ, അങ്ങനെ ഒരുപാട് അവാർഡ്സ് നേടിയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഓക്കെ, നമുക്ക് കമ്പനിയുടെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. പ്രോഡക്റ്റ് പ്രൊഫൈൽ. ഓക്കെ, ഇവിടെ എക്സ്റ്റെൻസീവ് റേഞ്ച് ആണ്. നമ്മുടെ കമ്പനി ഒരു പ്രോഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഇൻ അഫോർഡബിൾ പ്രൈസ്, ഏതൊരു സാധാരണക്കാർക്കും സ്ഥിരമായി വാങ്ങി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ കമ്പനി നമ്മൾക്ക് പ്രോഡക്ട്സ് തരുന്നത്. അതും ഇന്റർനാഷണൽ ക്വാളിറ്റിയോട് കൂടി, ക്വാളിറ്റിയിൽ യാതൊരു തരത്തിലുള്ള കുറവുകളും വരുത്താതെ തന്നെയാണ് ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കമ്പനി നമുക്ക് പ്രോഡക്ട്സ് നൽകുന്നത്. മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്ട്സിന്റെ കാറ്റഗറി ഒന്ന് നോക്കാം. 16 തരത്തിലുള്ള കാറ്റഗറി ആയിട്ട് നമ്മുടെ പ്രോഡക്ട്സിന് തിരിച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മുടെ ഹെൽത്തിനാണെന്നല്ലേ. ആ ഒരു ഇമ്പോർട്ടൻസ് കണക്കാക്കിയിട്ട് തന്നെ നമ്മുടെ കമ്പനിയും ഒരു ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഫുഡ് സപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫുഡിലൂടെ കഴിച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങൾ, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പാരലൽ ആയിട്ട് തന്നുകൊണ്ട് നമ്മൾക്ക് ശരീരത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനുള്ള പ്രോഡക്റ്റ് കാറ്റഗറിയാണ് ഫുഡ് സപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ജോയിന്റ്സ് ആൻഡ് ബോൺസ്, ഞാൻ ജസ്റ്റ് 450-ലധികം ഓൺ പ്രോഡക്ട്സ് ഉള്ള കമ്പനിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയാം കാറ്റഗറി വൈസ്. ഓക്കെ, ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്തിൽ നമ്മുടെ
ശരീരത്തിലെ എല്ലുകളുടെ ആരോഗ്യക്ഷമത കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്തിൽ കാൽഷ്യം, ഗ്ലൂക്കോസമിൻ ആൻഡ് കൊളാജൻ വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഗ്ലിസമിക് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ആര്യവേപ്പിന്റെ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുള്ള നീം, ഇത് ഷുഗർ പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്. അതുപോലെ ഷുഗർ പേഷ്യൻസിന് ഒരുപാട് മധുരം കഴിക്കണമെന്ന ആഗ്രഹമൊക്കെ വരും അല്ലെ, അപ്പൊ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മധുര തുളസിയുടെ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുള്ള സ്റ്റിവിയ വരുന്നുണ്ട്. ഒരുപാട് ഷുഗർ പേഷ്യൻസ്, നമ്മൾക്ക് എന്താ പറയാ, ഇൻസുലിൻ എടുക്കുന്ന വ്യക്തികൾ വരെ ഈ ഒരു കാറ്റഗറി പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ലൈഫിൽ വളരെയധികം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് കാറ്റഗറി. കൊറോണ കാലം വന്നപ്പോഴാണ് ഏതൊരു സാധാരണക്കാർക്കും പ്രതിരോധ ശേഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെ. നമ്മളൊക്കെ ഒരു കൊറോണ വന്ന സമയത്തൊക്കെ മഞ്ഞളിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക, അതുപോലെ തന്നെ നാരങ്ങ വെള്ളം ഒരുപാട് കുടിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പോൾ ഈ പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പനി തരുന്ന പ്രോഡക്ട്സ് ആണ് സ്പൈറുലിന, നോനി, കൊളസ്ട്രം, അംല, അലോവേര. സൂപ്പർ ഫുഡ് ഓൺ എർത്ത് എന്നറിയപ്പെടുന്ന നമുക്ക് സ്പൈറുലിന വരുന്നുണ്ട്. അതുപോലെ തന്നെ നോനി ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ട് ആണ് വരുന്നത്. അതുപോലെ തന്നെ അലോവേര, കറ്റാർവാഴയുടെ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുള്ള അലോവേര വരുന്നത്. ഇത് ഹെയറിന്റെ ഹെൽത്തിനും സ്കിന്നിന്റെ ഹെൽത്തിനും വയറിന്റെ ഹെൽത്തിനും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നെല്ലിക്കയുടെ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുള്ള അംല ക്യാപ്സ്യൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ പശു പ്രസവിച്ചിട്ട് 6 മണിക്കൂറിനുള്ളിൽ നിന്ന് എടുക്കുന്ന പാലിൽ നിന്ന് എടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ പ്രതിരോധ ശേഷി കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അടുത്ത കാറ്റഗറി നമുക്ക് പരിചയപ്പെടാം. വെസ്റ്റീജ് പ്രൈം കാറ്റഗറി. അത്രയും പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു കാറ്റഗറിയാണിത്. ഇതിൽ വരുന്നത് സീബക്തോൺ, അതുപോലെ തന്നെ ക്രിൽ ഓയിൽ, കോംബയോട്ടിക്സ്, ഗമ്മീസ് ഒക്കെ വരുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഗമ്മീസ് രൂപത്തിലുള്ള പ്രോഡക്റ്റ് ആണ് മൾട്ടി വൈറ്റമിൻ ഗമ്മീസ് ആയിട്ട് വരുന്നത്. ഇത് നമുക്കറിയാം, കുട്ടികളുടെ മുഖത്തൊക്കെ വെളുത്ത പാടുകള്, കലകളൊക്കെ വരുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ മടി ഉണ്ടാവുക, വൈറ്റമിൻസ് കുറവ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുക. അപ്പൊ മരുന്ന് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ മൾട്ടി വൈറ്റമിൻ ഗമ്മീസ് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ രീതിയിൽ അവർ മിഠായി കഴിക്കുന്ന പോലെ അങ്ങ് കഴിച്ചോളും. ഓക്കെ, അതുപോലെ തന്നെ സീബക്തോൺ, സമുദ്രകനി എന്നറിയപ്പെടുന്ന, പണ്ട് പുരാതന കാലങ്ങളിൽ നമ്മൾ പുരാണങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് മൃതസഞ്ജീവനി എന്നല്ലേ. സമുദ്രകനിയാണ് ആ ഒരു മൃതസഞ്ജീവനിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എന്നാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത്. അപ്പൊ ഒരു സമുദ്രകനിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സീബക്തോൺ എന്ന് പറയുന്നത്. ഹെയർ ടു നെയിൽ, മുടി മുതൽ നഖം വരെ നമ്മുടെ ശരീരഭാഗങ്ങളെ കാത്തു സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സീബക്തോൺ എന്ന് പറയുന്നത്. അതുപോലെ ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ക്രിൽ ഓയിൽ, നമുക്ക് ക്രിൽ ഫിഷിൽ നിന്ന് എടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഒമേഗ 3 റിച്ച് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത്. ഇത് കൂടാതെ കോംബയോട്ടിക്സ്, നമ്മുടെ വയറിന്റെ ദഹന വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കോംബയോട്ടിക്സ്. പ്രീബയോട്ടിക്സിന്റെയും പ്രോബയോട്ടിക്സിന്റെയും കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇത് കൂടാതെ തന്നെ അടുത്ത കാറ്റഗറിയാണ് ഡീടോക്സ് ആൻഡ് റെജുവിനേഷൻ വരുന്നത്. നമ്മുടെ ശരീരത്തില് കാലാവസ്ഥ, നമ്മുടെ പരിസ്ഥിതിയിലൂടെയും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയൊക്കെ ഒരുപാട് ടോക്സിൻസ്, വിഷാംശങ്ങൾ കടന്നുകൂടുന്നുണ്ട് അല്ലെ. അപ്പൊ ആ വിഷാംശങ്ങളൊക്കെ പുറന്തള്ളാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാറ്റഗറി പ്രോഡക്റ്റ് ആണ് ഡീടോക്സ് ആൻഡ് റെജുവിനേഷനിൽ വരുന്നത്. അതില് ഫൈബർ വരുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ കോൺസ്റ്റിപ്പേഷനും പൈൽസ് ഒക്കെ ഉള്ളവർക്ക്, വയറിന് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫൈബർ വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഐ സപ്പോർട്ട് വരുന്നുണ്ട്. കണ്ണിന്റെ ആരോഗ്യത്തിന് നമ്മളെല്ലാം ഇപ്പോൾ ഒരുപാട് സമയം സോഷ്യൽ മീഡിയ ചെലവഴിക്കുന്ന വ്യക്തികളാണ് അല്ലെ. അപ്പോൾ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് ഇച്ചിങ്, ഇറിറ്റേഷൻ, കണ്ണിൽ നിന്ന് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുക, അങ്ങനെയുള്ള കണ്ണുമായി സംബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഐ സപ്പോർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മഞ്ഞളുടെ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ പ്ലസ് അവൈലബിൾ ആണ്. നമുക്ക് അറിയാം ക്യാൻസർ റെസിസ്റ്റന്റ് ആണ് മഞ്ഞൾ. അപ്പോൾ മഞ്ഞളിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോം ആണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനും കഴിവുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഡീടോക്സ് ഫുഡ് പാച്ചസ് വരുന്നുണ്ട്. കാലിനടിയിൽ ഒട്ടിക്കുന്ന ഒരു പാച്ചസ് ആണ്. നമ്മുടെ രാത്രി കാലങ്ങളിൽ അത് നമ്മുടെ കാലിനടിയിൽ ഒട്ടിച്ചെടുക്കുക. ഒരു 10 മണിക്കൂറെങ്കിലും നമ്മൾ അത് ഒട്ടിച്ചിരിക്കണം. ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നടക്കാൻ പാടില്ല. അപ്പൊ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളത് ഒട്ടിക്കുക. രാത്രി കാലങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ടോക്സിൻസ് അതിലൂടെ റിമൂവ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാവും. അപ്പോൾ ആ ഒരു കാറ്റഗറിയാണ് ഡീടോക്സ് ആൻഡ് റെജുവിനേഷനിൽ വരുന്നത്. അതുപോലെ തന്നെ ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, ആരോഗ്യം പോലെ തന്നെ ശരീരവടിവും ഭംഗിയും കാത്തു സൂക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഓരോരുത്തരും അല്ലെ. അപ്പൊ നമുക്ക് ഐസൊലേറ്റഡ് സോയ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വെസ്ലിം ടീ, വെസ്ലിം ഷേക്ക്, വെസ്ലിം ക്യാപ്സൂൾസ് അവൈലബിൾ ആണ്. ഇത് കൂടാതെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ വിമൻസ് ഹെൽത്ത് കാറ്റഗറിയിൽ കമ്പനി ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലും ശതാവരി മാക്സ്, ഫീമെയിൽ ടോണിക് എന്നറിയപ്പെടുന്ന ശതാവരി കിഴങ്ങിന്റെ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ശതാവരി മാക്സ് എന്ന് പറയുന്നത്. ഇപ്പോ പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന
പെയിൻ, അതുപോലെ തന്നെ ഇറഗുലർ പീരീഡ്സ്, ഓവർ ബ്ലീഡിങ്, അങ്ങനെ പീരീഡ്സ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീ സഹജമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ശതാവരി മാക്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ അയൺ ഫോളിക്കും, നമുക്ക് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന വിളർച്ച, ക്ഷീണം ഒക്കെ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ, രക്തക്കുറവ്, അതിനെയൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അയൺ ഫോളിക്. ഇതുകൂടാതെ തന്നെ നമുക്ക് ഹെയർ, സ്കിൻ, നെയിൽ, പേര് പോലെ തന്നെ ഹെയറിനെയും സ്കിന്നിനെയും നെയിലിനെയും സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രാൻബെറി, ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് പബ്ലിക് ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് സ്ത്രീകൾക്ക് കുറച്ച് മടിയാണ് അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ടൊരു രീതിയിൽ യൂറിനേഷൻ നടക്കാതെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന വ്യക്തികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ക്രാൻബെറി എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു കാറ്റഗറി പ്രോഡക്ട്സ് ഈ ഒരു പ്രസന്റേഷൻ കേൾക്കുന്ന സ്ത്രീകളും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കും നിങ്ങൾ 100% വാങ്ങിച്ചു കൊടുക്കണം. അത്രയധികം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഓരോ കാറ്റഗറിയിലും വരുന്നത്. ഇതുകൂടാതെ തന്നെ പ്രോ ഹാർട്ടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാറ്റഗറിയാണ് ഇത്. ഫ്ലാക്സ് ഓയിൽ, അതുപോലെ തന്നെ ചണവിത്തിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട് ആണ് ഫ്ലാക്സ് ഓയിൽ വരുന്നത്. അതുപോലെ എലാജിനൈൻ, കോയിൻസൈൻ ഗ്ലൂട്ടൻ, ഈ ഒരു ഹാർട്ട് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കൊരു പ്രതിവിധിയാണ് ഈ ഒരു സെറ്റ് ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കാറ്റഗറിയാണ് ആയുഷ് ആൻഡ് കാറ്റഗറി. നമുക്ക് ആയുർവേദം ഗ്ലോബലി പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വെസ്റ്റീജും ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു കാറ്റഗറി പ്രോഡക്ട്സ് ആണ് ആയുഷ് ആൻഡ് എന്ന് പറയുന്നത്. ഇതിൽ 100% ആയുർവേദിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഹാർട്ടിന്റെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ കിഡ്നിയുടെ സംരക്ഷണം, കിഡ്നി ഹെൽത്ത്, ലിവർ ഹെൽത്ത്, അങ്ങനെ ഒരുപാട്, പിന്നെ ടോക്സ് ക്ലീൻ, അതുപോലെ ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ അവൈലബിൾ ആണ്. ഇതുപോലെ കൂടാതെ ഹെൽത്ത് ഫുഡ് കാറ്റഗറിയിൽ omega-3, omega-6 അടങ്ങിയിട്ടുള്ള റൈസ് ബ്രാൻ ഓയിൽ, ഫിസിക്കലി റിഫൈൻ ചെയ്തിട്ടുള്ള റൈസ് ബ്രാൻ ഓയിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ സംശുദ്ധമായതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തവിടെയാണ് നമുക്ക് ഇവിടെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ എല്ലാവരും തന്നെ ഇത് വാങ്ങി ഉപയോഗിക്കുക. ഇതുകൂടാതെ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ്, കുട്ടികൾക്കൊക്കെ രാവിലെ പുട്ട്, ദോശ, അപ്പം, ഇടിയപ്പം ഒക്കെ കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ. പിന്നെ അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പാലിലോ അതുപോലെ തന്നെ മിക്സ്ചർ ഒക്കെ ആയിട്ട് കഴിക്കുന്ന വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എനർജി സ്നാക്ക് ബേഴ്സ് അവൈലബിൾ ആണ്. ടീ, കോഫി പൗഡേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഇൻഡിഗോയുടെ പ്രോട്ടീൻ പൗഡർ അവൈലബിൾ ആണ്. ചോക്ലേറ്റ് ഫ്ലേവറിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാതെ തന്നെ സ്പ്രേ സെഷനിലേക്ക് വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് സെഷൻ ആണ് സ്പ്രേ സെക്ഷനിൽ വരുന്നത്. കാരണം 8 വർഷത്തെ ഗവേഷണത്തിന് ശേഷം വെസ്റ്റീജ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് കാറ്റഗറിയാണിത്. വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, മൾട്ടി വൈറ്റമിൻ, അതുപോലെ തന്നെ ബയോട്ടിൻ, മെലാട്ടോണിൻ, അങ്ങനെ 6 തരത്തിലുള്ള സ്പ്രേസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് സാധാരണ നമ്മൾ ഗുളികകളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ വയറിൽ അത് ആമാശയത്തിൽ ചെന്ന് അത് വിഘടിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് അതിന്റെ ബെനിഫിറ്റ്സ് വരുമ്പോൾ മണിക്കൂറുകൾ പിടിക്കും. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാവിനടിയിലുള്ള സബ്ലിംഗൽസിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഈ ഒരു വൈറ്റമിൻസിന്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രേസ് എല്ലാവർക്കും എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. എത്രയും എളുപ്പത്തിൽ തന്നെ, എത്രയും സ്പീഡിൽ തന്നെ ഇതിന്റെ ക്വാളിറ്റീസ് നമുക്ക് ലഭിക്കാനായിട്ടും സാധ്യതയുണ്ട്. ഓക്കെ, ഓറൽ സെഷനിലേക്ക് വരുമ്പോൾ മോണപ്പഴുപ്പ്, പല്ലുപൊളിപ്പ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന 3 തരത്തിലുള്ള പേസ്റ്റ്, അതുപോലെ തന്നെ മൗത്ത് വാഷ്, അതുപോലെ ബ്രഷ് അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത കാറ്റഗറി നമ്മൾ നോക്കാം, പേഴ്സണൽ കെയർ. നമ്മുടെ ആരോഗ്യ സംരക്ഷണം പോലെ തന്നെയാണ് നമ്മുടെ ശരീര ഭംഗി സംരക്ഷിക്കുന്നത് അല്ലെ. ത്വക്കിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ കെയർ പ്രോഡക്ട്സിൽ ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ ആന്റി ഏജിങ് നൈറ്റ് ക്രീം, ഫെയർനെസ് ക്രീം, ഹാൻഡ് ബോഡി ലോഷൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. TFM 76 എബവ് ഉള്ള സോപ്പുകൾ അവൈലബിൾ ആണ്. ഹാംഫുൾ കെമിക്കൽസ് അടങ്ങിയിട്ടില്ലാത്ത ഷാംപൂസ് അവൈലബിൾ ആണ്. പെയിൻ റിലീഫ് ക്രീം അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഈ ഒരു പേഴ്സണൽ കാറ്റഗറിയിൽ അവൈലബിൾ ആണ്. നാച്ചുറൽ പേഴ്സണൽ കെയറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ്, ചാർക്കോൾ പീൽ ഓഫ് മാസ്ക്, മഡ് മാസ്ക്, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് മുഖ സംരക്ഷണത്തിന് വേണ്ടി, മുഖ സൗന്ദര്യത്തിന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ശരീരത്തിനും ആരോഗ്യത്തിനും അതുപോലെ തന്നെ സൗന്ദര്യത്തിനും വേണ്ടിയിട്ടാണല്ലേ. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്രയും കാറ്റഗറി പ്രോഡക്ട്സ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാക് ഡ്രൈവിലേക്ക് വരുമ്പോൾ എഞ്ചിന്റെ സഫിഷ്യൻസി നിലനിർത്താനായിട്ട് നമുക്ക് നാനോ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള നാനോ എനർജൈസർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹൈ വെസ്റ്റ് സെഷനിലേക്ക് വരുമ്പോൾ വെസ്റ്റീജിന്റെ ക്ലീനിങ് സെഷൻ ആണിത്. ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള സെഷൻ. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മൾ എത്ര നല്ല ഫുഡ് കഴിക്കുകയാണെങ്കിലും അതൊരു വൃത്തിയില്ലാത്ത പാത്രത്തിൽ കഴിക്കുകയാണെങ്കിലും അതിന്റെ ഒരു ഗുണങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ടാവില്ല അല്ലെ. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഷ് വാഷ് ബാറുകളും അതുപോലെയൊക്കെ അങ്ങനെയുള്ള പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അറിയാം
അത് കഴുകിയിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകിയിട്ട് വേഗത്തൊക്കെ വെച്ച് ഒന്ന് ഉണക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തടവി നോക്കിയാൽ അത് ഒരു വെളുത്ത പൊടി പോലെ കാണാം. ഫോസ്ഫേറ്റ് കണ്ടന്റ് ആണത്. നമ്മുടെ ശരീരത്തിൽ അത് പ്രവേശിക്കുമ്പോൾ വൻകുടലിൽ അല്ലെങ്കിൽ കുടൽ ക്യാൻസർ വരെ വരുത്തി വെച്ചേക്കാവുന്ന മാരകമായിട്ടുള്ള വിഷമാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിവിടെ കിട്ടുന്ന ഡിഷ് വാഷ് ലിക്വിഡ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് കണ്ടന്റ് അടങ്ങിയിട്ടില്ലാത്ത ഡിഷ് വാഷ് ലിക്വിഡ് ആണ്. കൈകൾക്കും നമ്മുടെ ശരീരത്തിനും യാതൊരു തരത്തിലും ദോഷം വരുത്താത്തുള്ള ഒരു പ്രോഡക്റ്റ് ആണത്. അതുപോലെ തന്നെ നമുക്ക് തുണി കഴുകുന്ന ലിക്വിഡ് അവൈലബിൾ ആണ്, ഡിറ്റർജന്റ് പൗഡർ അവൈലബിൾ ആണ്, തറ തുടക്കുന്ന ലോഷൻസ് അവൈലബിൾ ആണ്, ടോയ്ലറ്റ് ക്ലീനർ അവൈലബിൾ ആണ്. അങ്ങനെ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഈ ഒരു ഹൈവെസ്റ്റ് സെഷനിൽ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത കാറ്റഗറി നമുക്ക് നോക്കുമ്പോൾ ജെൻസിന്റെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ട്രുമാൻ കാറ്റഗറി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വെലിനോടെയും മിസ്റ്റർ ഓഫ് മിലാന്റെയും വെറൈറ്റി ഓഫ് കളർ ഷെയ്ഡ്സ്, ലിപ്സ്റ്റിക്, മസ്കാര, ഐലൈനർ, അങ്ങനെ ഒരുപാട് സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ അവൈലബിൾ ആണ്. ഇതുകൂടാതെ തന്നെ സ്കിൻ ഫോർമുല, ഇതൊരു ട്രീറ്റ്മെന്റ് കാറ്റഗറി പ്രോഡക്റ്റ് ആണ്. സാധാരണ നമ്മളൊരു ക്രീം ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഓഫ് സ്കിന്നിൽ മാത്രമായിരിക്കും അത് അപ്ലിക്കബിൾ ആവുക. പക്ഷെ ഇത് നോക്കുമ്പോൾ ഒരു സ്കിന്നിന്റെ 4 ലെയർ വരെ ഇറങ്ങിയിട്ട് നമുക്ക് സൗന്ദര്യം സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ട്. യുവത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂത്ത് എലിക്സർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുള്ള മാർക്കുകൾ, ചിക്കൻ പോക്സ് വന്നിട്ടുള്ള മാർക്കുകളൊക്കെ, മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ, അതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിനെ തന്നെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ബ്ലെമിഷ് ജെൽ അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ്. അതുപോലെ കണ്ണിനടിയിലുള്ള കറുപ്പ് നിറം മാറാനായിട്ടുള്ള അൺഡ്രൈസർ അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് കാറ്റഗറി പ്രോഡക്ട്സ് ഈ ഒരു സ്കിൻ ഫോർമുല 9 നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ ഏറ്റവും വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറി തന്നെയാണ് അഗ്രികൾച്ചർ കാറ്റഗറി എന്ന് പറയുന്നത്. നമുക്ക് ചെലവ് ചുരുക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കർഷകരെ സഹായിക്കുന്നതിനുള്ള പ്രോഡക്റ്റ് കാറ്റഗറിയാണ് അഗ്രികൾച്ചറിൽ വരുന്നത്. ഇപ്പോ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ അടുക്കളത്തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കും ഒക്കെ നല്ല രീതിയിൽ നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന പ്രോഡക്റ്റ് കാറ്റഗറിയാണ് അഗ്രികൾച്ചർ കാറ്റഗറിയിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഷാർപ്പ് കമ്പനിയായിട്ട് പേറ്റന്റ് ചെയ്തിട്ട് നമുക്കൊരു വാട്ടർ പ്യൂരിഫയർ അവൈലബിൾ ആണ്. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ശുദ്ധമായ വെള്ളം നമുക്ക് വിശ്വസിച്ച് കുടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു വാട്ടർ പ്യൂരിഫയറിലൂടെ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അത് നമുക്ക് ഭിത്തിയിൽ വെക്കുന്നതും അതുപോലെ തന്നെ പിക്ചർ ടൈപ്പിലായിട്ടും നമുക്ക് 2 തരത്തിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് പരിചയപ്പെട്ടു അല്ലെ. നമ്മുടെ വീടുകളിൽ നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ആണെന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതുവരെ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്? ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റം വഴിയായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടെ നമ്മൾ എങ്ങനെയാണ് വാങ്ങിക്കുന്നത്? നമ്മുടെ ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു റീറ്റെയിലർ ഷോപ്പിൽ പോയിട്ടായിരിക്കും പ്രോഡക്ട്സ് വാങ്ങിക്കുന്നുണ്ടാവുക അല്ലെ. നമുക്കറിയാം റീറ്റെയിലർ ഷോപ്പിലെ ചേച്ചിയും ചേട്ടനും ഒന്നല്ല പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ കമ്പനിയിൽ നിന്ന് C&F, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, അങ്ങനെ പല ഇടനിലക്കാർ വഴിയാണ് നമ്മുടെ ഏറ്റവും തൊട്ടടുത്തുള്ള ഷോപ്പിൽ പ്രോഡക്റ്റ് എത്തുന്നുണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ എത്തുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ 100 രൂപ കൊടുത്ത് നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 100 രൂപ കൊടുത്ത് നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും കമ്പനിക്ക് അതിന്റെ മേക്കിംഗ് കോസ്റ്റും പ്രോഫിറ്റും അടങ്ങുന്ന തുക എന്ന് പറയുന്നത് വെറും 40 രൂപ മാത്രമാണ്. അപ്പൊ 40 രൂപ വരുന്ന പ്രോഡക്റ്റ് നമ്മൾ കൺസ്യൂമേഴ്സിന്റെ കൈകളിലേക്ക് എത്തുമ്പോൾ 100 രൂപയായിട്ട് മാറുന്നു. എന്താണ് അവിടെ ഒരു മാന്ത്രികം നടക്കുന്നത് അല്ലെ. മന്ത്രജാലം പോലെ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. എന്താണത്? മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് ഇടനിലക്കാരിലൂടെ, പരസ്യ കമ്പനികളിലൂടെയാണ് നമ്മളിലേക്ക് പ്രോഡക്റ്റ് എത്തുന്നുണ്ടാവുന്നത്. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? പരസ്യങ്ങൾ കണ്ടിട്ടാണ് അല്ലെ. ഒരുപാട് സൗന്ദര്യമുള്ള ഒരു ലേഡി വന്നിട്ട് പറയും, എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഈ സോപ്പ് ഉപയോഗിച്ചിട്ടാണെന്ന് പറയുന്നു. അപ്പോ നമ്മൾ അത് വിശ്വസിക്കുന്നു. പക്ഷെ ആ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് ഇതുവരെയും അവരുടെ സൗന്ദര്യത്തിന് 7 അയലപ്പത്ത് പോലും നമുക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല അല്ലെ. അപ്പോ അവരെന്താണ് ചെയ്യുന്നത്? ഒരു പ്രാവശ്യം പോലും പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കാതെ കമ്പനി കൊടുക്കുന്ന ആ ഒരു ഭീമമായ തുക കൈപ്പറ്റിക്കൊണ്ട് കമ്പനി പറയുന്ന ക്വാളിറ്റീസ് ഒക്കെ ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ അഭിനയിച്ച് കാണിക്കുകയാണ്. ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന വ്യക്തികളെയാണ് ഏറ്റവും നല്ല പരസ്യങ്ങളിൽ അവര് കാസ്റ്റ് ചെയ്യുന്നത് അല്ലെ. കാരണം അത്രയും നല്ല രീതിയിൽ നമ്മളിലേക്ക്, കൺസ്യൂമേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം പോലും യൂസ് ചെയ്യാത്ത ആക്ടേഴ്സ് ഇവിടെ അഭിനയിച്ച് കാണിച്ചുകൊണ്ട് നമ്മളിലേക്ക് പ്രോഡക്ട്സ് എത്തിക്കുന്നു. അപ്പൊ നമ്മൾ എന്ന വെറും ഒരു കസ്റ്റമർ എന്താണ് ചെയ്യുന്നത്? 40 രൂപയുടെ പ്രോഡക്റ്റ് 100 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന വെറും ഒരു കസ്റ്റമർ ആണ് നമ്മൾ. ഏത് സിസ്റ്റത്തിൽ? ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ. എങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു സ്മാർട്ട് കൺസ്യൂമർ ആയിട്ട് മാറാനുള്ള അവസരമാണ് വെസ്റ്റീജ് കമ്പനി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് മെത്തേഡിലൂടെ
നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്ലൈഡിൽ ഇല്ല അല്ലെ. വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ടു കൺസ്യൂമേഴ്സിലേക്കാണ് പ്രോഡക്ട്സ് എത്തുന്നത്. ആ ആരോ മാർക്ക് നേരെ കൺസ്യൂമേഴ്സിലേക്കാണ് വരുന്നത്. ഇടനിലക്കാരും പരസ്യക്കാരും ആരും തന്നെ ഇല്ലാതെ വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് 450-ലധികം വരുന്ന ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് കൺസ്യൂമേഴ്സിലേക്ക് നേരിട്ട് എത്തുന്നു. അപ്പൊ എങ്ങനെയാണ് പരസ്യങ്ങളില്ലാതെ ഈ പ്രോഡക്ട്സ് ഒക്കെ എത്തുന്നത്? എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത് എങ്ങനെയാണ് അറിയുന്നത് അല്ലെ? അതൊരു സംശയമായി വന്നേക്കാം. നമ്മൾ നേരത്തെ കണ്ടു ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഒരു പ്രാവശ്യം പോലും യൂസ് ചെയ്ത ആക്ടേഴ്സ് അഭിനയിച്ച് കാണിക്കുന്നു എങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത കൺസ്യൂമേഴ്സ് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതും കമ്പനിയെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും. അതുകൊണ്ട് തന്നെ വെസ്റ്റീജ് കമ്പനിയുടെ മാർക്കറ്റിംഗ് വിങ് എന്ന് പറയുന്നത് നമ്മൾ കൺസ്യൂമേഴ്സ് തന്നെയാണ്. മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന, മറ്റുള്ളവരെ കോടീശ്വരന്മാരാക്കി മാറ്റിക്കൊണ്ടിരുന്ന ആ ഒരു 60% തുക കമ്പനി സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കൺസ്യൂമേഴ്സിലേക്ക് തന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തന്നുകൊണ്ട് ക്വാളിറ്റി പ്രോഡക്ട്സിനോടൊപ്പം നമ്മളിലേക്ക് ഒരു വരുമാനം കൂടെ നേടിത്തരുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള സിസ്റ്റമാണ് വെസ്റ്റീജ് കമ്പനി നമ്മൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കി തന്നിരിക്കുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു 60% തുക എങ്ങനെ കരസ്ഥമാക്കാനായിട്ട് സാധിക്കും? ചേഞ്ച് യുവർ ഷോപ്പ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഒരു ഷോപ്പ് ചേഞ്ച് ചെയ്യാൻ, നിങ്ങൾ ഇതുവരെ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ഷോപ്പ് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? റെഡി ആണെങ്കിൽ വെസ്റ്റീജ് കമ്പനി ഇവിടെ ഒരുക്കമാണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ. ഒരു എക്സ്ട്രാ ഇൻകം, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഹെൽത്ത്, വെൽത്ത്, റെക്കഗ്നീഷൻ, അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഇവിടെ വെസ്റ്റീജ് കമ്പനി ഒരുക്കമാണ്. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? ആർ യു റെഡി ടു ചേഞ്ച് യുവർ ഷോപ്പ്? ഓക്കെ. അപ്പോ ഇനി അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു കമ്പനിയോടൊപ്പം കോപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം 9 ബേസ് ഓഫ് ഇൻകം ആണ് കമ്പനി ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് കാത്തു വെച്ചിരിക്കുന്നത്. സേവിങ്സ് ഓൺ കൺസംഷൻ 10 മുതൽ 20% വരെ, ഇപ്പൊ 30% വരെ ഓഫറിനാണ് നമുക്ക് പ്രോഡക്ട്സ് ലഭിക്കുന്നത്. ഇത് കൂടാതെ തന്നെ പെർഫോമൻസ് ബോണസ് 5 മുതൽ 16% വരെ, ബ്രോൺസ് ഡയറക്ടർ ബോണസ് 15%, ടീം ബിൽഡിംഗ് ബോണസ് 3%, ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് 18%, ട്രാവൽ ഫണ്ട് 3%, കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് 3%, എലൈറ്റ് ക്ലബ് ഫണ്ട് 2%. ഇത്രയധികം ഇൻകം ആണ് കമ്പനി നമുക്ക് വേണ്ടിയിട്ട് കാത്തുവച്ചിരിക്കുന്നത്. ഇനി നമ്മളൊക്കെ എങ്ങനെയാണ് ഇത് നേടാനായിട്ട് സാധിക്കുക? കൺസ്യൂമർ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്തൊരു വ്യക്തി ഉണ്ടാവുമല്ലോ, ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുക. 1 രൂപ പോലും രജിസ്ട്രേഷൻ ഫീസ് ഇല്ലാതെ ഒരു ഡിജിറ്റൽ ID അവർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുത്തു തരുന്നുണ്ടാവും. ആ ഒരു ഡിജിറ്റൽ ID ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂമർ ആയിട്ട് കമ്പനിയോടൊപ്പം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആസ് എ കൺസ്യൂമർ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു സ്ലൈഡിൽ കാണിക്കുന്നത്. MRP നിന്ന് 10 മുതൽ 20%, ഇപ്പൊ 30% വരെ ഓഫറിന് നമുക്ക് പ്രോഡക്ട്സ് ലഭിക്കുന്നു. അതായത് MRP നിന്ന് 30% വരെ, 10 മുതൽ 30% വരെ വില കുറച്ചിട്ട് നമുക്ക് പ്രോഡക്ട്സ് ലഭിക്കുന്നുണ്ടാവും. ഇത് കൂടാതെ തന്നെ റീപർച്ചേസ് ഓഫർ അപ് ടു 10%, 10% പ്രോഡക്ട്സ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ടാവും. സാധാരണ നമ്മളൊക്കെ ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു, രണ്ടാമത് ആ കടയിൽ വീണ്ടും കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഓഫേഴ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. വർഷങ്ങളായിട്ട് നമ്മളൊരു കടയിൽ ചെന്നാലും നമുക്ക് ചിലപ്പോ ഒന്ന് ചിരിച്ചേക്കാം അല്ലെ. കഴിഞ്ഞ ദിവസം എന്റെ മകൻ കടയിൽ പോയിട്ട് വന്നപ്പോ പറഞ്ഞു, അമ്മ സ്ഥിരമായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ഒരു കടയിലെ നമ്മൾ ചെന്നിട്ടും ആ ചേട്ടൻ ഒന്ന് ചിരിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അത്രയും അധികം നമ്മളെ ഒരു ചിരി പോലും നമുക്ക് ചിലപ്പോ കാശ് കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ റീപർച്ചേസ് ഓഫറിൽ നമുക്ക് 10% പ്രോഡക്ട്സ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ടാവും. ഇത് കൂടാതെ തന്നെ ക്യാഷ് ബാക്ക് 5 മുതൽ 16% വരെ. സ്റ്റാർട്ടിംഗിൽ നമുക്ക് ഒരു 5% ക്യാഷ് ബാക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് 8%, 12%, 16% ആയിട്ട് ക്യാഷ് ബാക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് എല്ലാ മാസവും നമുക്ക് 10-ാം തീയതി നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന ഒരു തുകയാണ്. ഇത് കൂടാതെ തന്നെ മണി ബാക്ക് ഗ്യാരണ്ടി 100%. നമ്മൾ സ്റ്റാർട്ടിംഗിലെ പ്രോഡക്റ്റ് നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈല് കണ്ടപ്പോൾ കണ്ടിരുന്നു അല്ലെ, മണി ബാക്ക് ഗ്യാരണ്ടി. ഇവിടെ നമ്മൾ സാധാരണ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ചു ഉപയോഗിച്ചു കഴിഞ്ഞാലും അതിൽ എന്തെങ്കിലും ക്വാളിറ്റിയിൽ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. വേണമെങ്കിൽ നമുക്ക് അവിടെ തിരിച്ച് അവിടെ വെക്കാം, പക്ഷെ അതിൽ നിന്നൊരു റീഫണ്ടോ അല്ലെങ്കിൽ ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല അല്ലെ. പക്ഷെ ഇവിടെ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് നമുക്ക് ഒരു 30% വരെ നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ കമ്പനിയുടെ റിട്ടേണിംഗ് പോളിസി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ GST കഴിച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് പ്രോഡക്റ്റ് വൗച്ചർ ആയിട്ട് കമ്പനി 100% മണി ബാക്ക് ഗ്യാരണ്ടി അഷ്വർ ചെയ്യുന്നുണ്ട്. അത്രയധികം ക്വാളിറ്റി പ്രോഡക്ട്സ് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു 100% മണി ബാക്ക് ഗ്യാരണ്ടി കമ്പനിക്ക് അഷ്വർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ് കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയുന്നത്. സ്ഥിരതയുള്ള കസ്റ്റമറിന് കൊടുക്കുന്ന ഓഫർ. നമ്മളെല്ലാം സ്ഥിരതയുള്ള കസ്റ്റമർ ആണല്ലേ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് ഒക്കെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ആണ്. സ്ഥിരമായിട്ട് ഒരു ബ്രാൻഡ് ഉണ്ടാവും, സ്ഥിരമായിട്ട് ഒരു ഷോപ്പ് ഉണ്ടാവും, പല കടകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്ന പല ബ്രാൻഡ് യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എവിടെയും ഷോപ്പുകൾ മാറി മാറി യൂസ് ചെയ്തിട്ടും എവിടെയും സ്ഥിരമായിട്ട് നിന്നിട്ടും ഈ പറഞ്ഞ ഓഫേഴ്സിൽ ഒരു ഓഫർ പോലും നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ
വെസ്റ്റേജ് കമ്പനിയുടെ സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ കമ്പനി പറയുന്ന ഒരു കൺസിസ്റ്റൻസി പീരീഡ് ഉണ്ട് 2-ാം തീയതി മുതൽ 14-ാം തീയതി വരെ. ഈ ഒരു സമയത്തിനുള്ളിൽ ഒരു 100 പോയിന്റിന്റെ പ്രോഡക്റ്റ് ഏകദേശം ഒരു 3000-3500 രൂപയുടെ ഇടയിൽ വരുന്ന ഒരു പ്രൈസ് റേഞ്ച് ആണ് വരുന്നത്. ആ ഒരു റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഒരു 4 മാസം അടുപ്പിച്ചിട്ട് വാങ്ങിക്കുന്ന സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആണ് നിങ്ങളെങ്കിൽ 5-ാമത്തെ മാസം തികച്ചും സൗജന്യമായിട്ട് 2515 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇതൊരു നിർബന്ധിത പർച്ചേസിംഗ് സ്കീം അല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഓഫർ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ യാതൊരു നിർബന്ധമില്ല, ഒന്നിനും നിർബന്ധമില്ല. ബിസിനസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല, കൺസ്യൂമർ ആണെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ലൈഫ് ചേഞ്ച് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മാത്രം ഈ ഒരു സിഒയിലൂടെ നിങ്ങൾ കണക്ട് ആവാൻ, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടുള്ള ഒരു കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ 50% അധികം ഓഫറിനാണ് നമുക്ക് പ്രോഡക്ട്സ് ലഭിക്കുന്നുണ്ടാവുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണല്ലോ, എങ്ങനെയാണിത്, ആരൊക്കെ സപ്പോർട്ട് ചെയ്യും? കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല അല്ലെ? നമ്മൾ പുതിയ ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. പക്ഷെ അതിൽ നിന്ന് എല്ലാം വിപരീതമായിട്ട് നിങ്ങളെ ഈ ഒരു ബിസിനസ്സിലേക്ക്, ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് ലിങ്ക് തന്ന് ക്ഷണിച്ച ഒരു വ്യക്തി ഉണ്ടാവും, നിങ്ങളുടെ സ്പോൺസർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഇതുകൂടാതെ തന്നെ സ്പോൺസർ ഇല്ലെങ്കിലും വെസ്റ്റേജ് കമ്പനി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം വിന്നിംഗ് ടീം, അതിന്റെ ലീഡേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ആയിട്ട് കണക്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പരാജയം എന്നൊരു വാക്കില്ല. അത്രയധികം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ പെർഫോമൻസ് ബോണസ് 5 മുതൽ 16% വരെ നമ്മളിലേക്ക് കിട്ടുമെന്ന് കണ്ടു അല്ലെ? എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? ഓരോ പ്രോഡക്റ്റിനും ഓരോ പോയിന്റ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 രൂപ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 5% ക്യാഷ് ബാക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതൊരു 600 പോയിന്റ് ലെവൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ 8% എന്ന പെർസെന്റേജ് ലെവലിലേക്ക് എത്തും. ഇനി അതൊരു 2400 പോയിന്റ് എത്തിക്കഴിയുമ്പോൾ, അതായത് ഒരു ഏകദേശം 72,000 രൂപയുടെ ബിസിനസ് നടക്കുമ്പോൾ നമ്മൾ 12% ക്യാഷ് ബാക്കിലേക്ക് എത്തുന്നുണ്ടാവും. ഇനി അതൊരു 5500 പോയിന്റ് എത്തിക്കഴിയുമ്പോഴോ 1,65,000 രൂപയുടെ ബിസിനസ് നടക്കുമ്പോൾ നമ്മൾ 16% ക്യാഷ് ബാക്കിലേക്ക് ഫസ്റ്റ് പിൻ ലെവൽ ആയിട്ടുള്ള ബ്രോൺസ് ഡയറക്ടർ എന്ന പിൻ ലെവലിലേക്ക് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു കാര്യം നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാനും കൂടെ നമുക്കൊരു ഓപ്ഷൻ കമ്പനി തരുന്നുണ്ട്. അതായത് 600 പോയിന്റിന് പകരം ഒരു 300 പോയിന്റ് ഒരു സിംഗിൾ മന്തിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് 8%ലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 5500 പോയിന്റിന് പകരം ഒരു 4500 പോയിന്റ് നമുക്ക് സിംഗിൾ മന്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ബ്രോൺസ് ഡയറക്ടർ പിയിൽ കൂടെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് 4500 1,65,000 എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് വാങ്ങിക്കേണ്ട കാര്യമാണോ? തീർച്ചയായിട്ടും അല്ല. നമ്മളോടൊപ്പം ഒരു ടീമിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ ആസ് എ ഒരു ബ്രോൺസ് ഡയറക്ടർ ആവുമ്പോൾ നമ്മളോടൊപ്പം ഇതിൽ ഒരു ബ്രോൺസ് ഡയറക്ടർ കിട്ടുന്ന ഒരു സ്ട്രക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം വന്നിരിക്കുന്ന 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരു 1,65,000 രൂപയുടെ, അതായത് ഒരു 5,500 പോയിന്റിന്റെ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആവുന്നുണ്ടാവും. ആ ഒരു സമയത്ത് ഓൾറെഡി നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ഒരു 10 മുതൽ 30% വരെ ഓഫറിനാണ് പ്രോഡക്ട്സ് ലഭിക്കുന്നുണ്ടാവുന്നത്. ഇതുകൂടാതെ ഒരു പെർഫോമൻസ് ബോണസ് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഡയറക്ടർ ബോണസ് ഒരു 15% ലഭിക്കും. ഇനി ഒരു എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ടീം ബിൽഡിംഗ് ബോണസ് ഒരു 3% കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ബ്രോൺസ് ഡയറക്ടർക്ക് കിട്ടുന്ന ഒരു ഇൻകം സ്ട്രക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ മേഖലകളിലെല്ലാം നമുക്ക് കാണാം, ഒരു വ്യക്തിയെ ഇടിച്ചിട്ടിട്ട് അല്ലെങ്കിൽ അവർക്ക് തലയ്ക്ക് മീതെ കയറിയിട്ടായിരിക്കും മറ്റുള്ളവരെ വലിയ വലിയ ഇൻകം ലെവലിലേക്ക് പോകുന്നുണ്ടാവല്ലേ. പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ്. നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ വിജയിപ്പിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഹയർ പിൻ ലെവലിലേക്കും ഹയർ ഇൻകം ലെവലിലേക്കും മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഒരു ഫാമിലിയെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ നമ്മൾ സിൽവർ ഡയറക്ടർ എന്ന പിൻ ലെവലിലേക്ക് കയറുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്കൊരു ട്രാവൽ ഫണ്ട് 3% ഒരു ട്രാവൽ ഫണ്ട് കൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്യും. ഏഷ്യൻ ട്രിപ്പ് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഇതുകൂടാതെ തന്നെ 2 ഫാമിലീസിനെ ബ്രോൺസിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗോൾഡ് ഡയറക്ടർ ആവുന്നുണ്ടാവും. 3 ഫാമിലീസിനെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർ ഡയറക്ടർ എന്ന പിൻ ലെവലിലേക്ക് മൂവ് ഓൺ ചെയ്യും. ഈ ഒരു സമയത്ത് കമ്പനിയുടെ കാർ ഫണ്ട് ആയിട്ടുള്ള 5% കാർ ഫണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഇത് നമുക്ക് ലൈഫ് ലോങ് ലഭിക്കുന്ന ഒരു തുകയാണ്. ഇത് കൂടാതെ തന്നെ 4 ഫാമിലീസിനെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഡയമണ്ട് ഡയറക്ടർ ആവുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് നമ്മൾ യൂറോപ്യൻ ട്രിപ്പ് ക്വാളിഫൈ ചെയ്യുന്നുണ്ടാവും. ഇത് കൂടാതെ തന്നെ 6 ഫാമിലീസിനെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്രൗൺ ഡയറക്ടർ എന്ന പൊസിഷനിലെത്തും. ഈ ഒരു സമയത്ത് നമുക്ക് ഹൗസ് ഫണ്ട് 3% ഹൗസ് ഫണ്ട് നമ്മളിലേക്ക് എത്തുന്നുണ്ടാവും. ഇത് കൂടാതെ തന്നെ 8 ഫാമിലീസിനെയും 12 ഫാമിലീസിനെയും 16 ഫാമിലീസിനെയും അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, ഡബിൾ ക്രൗൺ ഡയറക്ടർ, ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്നിട്ടുള്ള ഹയർ പിൻ ലെവലിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സമയത്ത് എലൈറ്റ് ക്ലബ് ബോണസ് ആയിട്ടുള്ള 2% തുക കൂടെ നമുക്ക് ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഈ ഒരു തുക എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ ഒരു 2% നമുക്ക് ലഭിക്കുന്നത്. ഈ വെസ്റ്റീജിന്റെ ട്രാവൽ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ രാജ്യങ്ങളിലൂടെ എല്ലാം വളരെ കംഫർട്ട് ആയിട്ട്, വളരെ ഫ്രീ ആയിട്ട്, വളരെ സന്തോഷമായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കാർ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രം നമ്മൾ ഒതുക്കി വെച്ചിരുന്ന ഒരുപാട് ആഡംബര കാറുകളൊക്കെ ഉണ്ടാവും അല്ലെ, അതൊക്കെ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും. അത് ഇപ്പോ കാർ ഫണ്ട് ഒക്കെ അച്ചീവ് ചെയ്ത ഒരുപാട് വ്യക്തികൾ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയുണ്ട്. ഇത് കൂടാതെ തന്നെ വെസ്റ്റീജിന്റെ ഹൗസ് ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സ്വപ്ന ഭവനം നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇപ്പോ ക്ലോസിംഗ് സെഷൻ ചെയ്യുന്ന മാം ഈ കാർ ഫണ്ടിലൂടെ കാറുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മളോടൊപ്പം ക്ലോസിംഗിൽ നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന 3 ഇൻഡസ്ട്രീസ് കൂടെ പരിചയപ്പെടാം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, വെൽനസ്, അതുപോലെ തന്നെ ഇ കൊമേഴ്സും. ഇവിടെ നടുക്ക് കാണിച്ചിരിക്കുന്ന ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ദ വെൽനസ് റെവല്യൂഷൻ. ഇത് എഴുതിയിരിക്കുന്നത് പോൾ സെയിൻ പിൽസർ എന്ന വ്യക്തിയാണ്. US എക്കണോമിസ്റ്റ് ആണ് അദ്ദേഹം. 40 വർഷം മുമ്പ് IT പ്രവചിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി വരുന്ന യുഗം, ഇനി 40 വർഷം മുമ്പ് IT പ്രവചിച്ചു. നമുക്കറിയാം IT യുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത് ഇനി വരുന്ന ട്രില്യനേഴ്സിനെയും മില്യനേഴ്സിനെയും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് വെൽനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളാണ്. നമ്മുടെ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് വെൽനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. നെറ്റ്വർക്ക് ക്രിയേഷനിലൂടെ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇ കൊമേഴ്സ് വഴി ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് വാങ്ങിക്കാനും അതുപോലെ തന്നെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന 3 ഇൻഡസ്ട്രിയും കൂടെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു ബിസിനസ് ആണ് നമ്മൾ കണ്ടത്. അതായത് 3 in 1. അപ്പൊ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് 3 മടങ്ങ് വേഗത്തിൽ നമുക്ക് നേടാനായിട്ടും ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ടീമിനോടൊപ്പമാണ് ഇപ്പോൾ ഈ ഒരു പ്രസന്റേഷൻ കേട്ടത്. ടേക്ക് എ ഗുഡ് ഡിസിഷൻ. നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ പറയൂലേ, ഊണ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഊട്ടുപുര കാണിച്ചത്. നിങ്ങൾക്കുള്ള ഊട്ടുപുരയാണ്, വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു ഊട്ടുപുരയാണ്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്തെല്ലാം ഭക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് ഇതിൽ നിന്ന് നേടണമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഡിസിഷൻ എടുക്കുക. ഈ ഒരു പ്രസന്റേഷൻ ചെയ്യാനായിട്ട് എനിക്ക് അവസരം നൽകിയ വിന്നിംഗ് ടീമിന്റെ എല്ലാ ലീഡേഴ്സിനും നന്ദി പറയുന്നു. ഇത്രയും നേരം പ്രസന്റേഷൻ കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. നല്ലൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു ഓൾ. ഗെറ്റ് ബാക്ക് ടു MC ഗീത മാം. ഗീത മാഡം. ഓക്കെ, താങ്ക് യു. ഓഡിബിൾ ആണല്ലേ? ഓക്കെ, താങ്ക് യു സുഷിത മാം. വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ ഒരു പ്രസന്റേഷൻ ചെയ്തു തന്നു. ഏതൊരാൾക്കും ശരിയായൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. മാം വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലെ സിൽവർ ഡയറക്ടറിന്റെ പൊസിഷൻ കരസ്ഥമാക്കിയുള്ള വ്യക്തിയാണ്. അപ്പൊ നല്ലൊരു നമ്മളുടെ താങ്ക്സ് നമ്മുടെ ചാറ്റ് ബോക്സിലൂടെ എല്ലാം അറിയിക്കുക. മാഡം വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു അവസരം പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച് മാം. അടുത്ത നമ്മൾ ഈ ഒരു ക്ലോസിംഗ് സെഷന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്, നേരത്തെ മാഡം പറഞ്ഞു, മറ്റാരുമല്ല സതീദേവി മാം. അവർ ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ UCD എന്ന ലെവലിൽ എത്തിയ ഒരു വ്യക്തിയാണ്. 8ഓളം കുടുംബങ്ങളിലുള്ള നേരിട്ടും അതുപോലെ തന്നെ അതിലേറെ കുടുംബങ്ങളിലേക്ക് പരോക്ഷമായും ഈ ഒരു അവസരത്തെ എത്തിച്ച് അത്രയും ആളുകളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മാഡം വരുന്നത് ഒരു ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാഡം ഈ ഒരു മേഖലയുമായിട്ട് കണക്ട് ചെയ്തത്. അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയ മാഡം അത് എല്ലാവരിലേക്കും അത് എത്തിച്ചു. അതുകൊണ്ട് തന്നെ വലിയ നേട്ടങ്ങൾ മാഡത്തിന് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. യാത്രകൾ ധാരാളം ഇഷ്ടപ്പെടുന്ന മാഡം കുറെ യാത്രകൾ നമുക്ക് സുഷിത മാം പറഞ്ഞു തന്നു. ഇതിലൂടെ ധാരാളം ട്രിപ്പ് പോകാൻ സാധിക്കുന്നുള്ളതൊക്കെ അത്തരം കുറെ യാത്രകൾ പോയിട്ടുള്ള വ്യക്തിയാണ്. ഇന്നിപ്പോ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമ്മള് ലീഡേഴ്സ് ലണ്ടനിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾക്ക് എന്താണ് ആഗ്രഹം അതൊക്കെ നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ സതി മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാം. ഓക്കെ താങ്ക് യു. വളരെ മനോഹരമായിട്ട് തന്നെ, എക്സലന്റ് ആയിട്ട് തന്നെ നല്ലൊരു പ്ലാൻ വിതരണം നമ്മൾ ഇവിടെ കേട്ട് കഴിഞ്ഞു അല്ലെ. വളരെ മനോഹരമായിട്ട് സുഷിത നമുക്ക് പ്ലാൻ പ്രസന്റേഷൻ നടത്തി
അതുപോലെ തന്നെ വളരെ സന്തോഷം, കൺഗ്രാറ്റുലേഷൻസ്. അതുപോലെ തന്നെ ഇന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗീത മാം വളരെ മനോഹരമായിട്ട് തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. വളരെ സന്തോഷം. ഇതെല്ലാം വിമൺ എംപവർമെന്റിന്റെ പവർ തന്നെയാണ്, അല്ലെ? തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഇനി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സതീദേവി. ഞാൻ താമസിക്കുന്നത് അങ്കമാലിക്കടുത്ത് അത്താണി, അതായത് നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. വളരെ കാലമായിട്ട്, അതായത് ഏകദേശം ഒരു 22 വർഷമായിട്ട് ഞാൻ ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതോടൊപ്പം തന്നെ വളരെ സന്തോഷമായിട്ട് തന്നെ 7 വർഷമായിട്ട് ഈ ബിസിനസ് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു വരുന്നു. ആദ്യമൊക്കെ ഞാനൊരു പാർട്ട് ടൈം പോലെയാണ് ഈ ഒരു ബിസിനസ്സിനെ കണ്ടിരുന്നതും ചെയ്തുകൊണ്ടിരുന്നതും. പക്ഷെ ഇപ്പൊ ഞാൻ ഫുൾ ടൈം ആയിട്ട് തന്നെ ഈ ഒരു ബിസിനസ് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്തത് ഇന്ന് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള നിജു സാർ ആൻഡ് സൗമ്യ മാഡമാണ്. പ്ലാൻ പ്രസന്റേഷൻ ഒക്കെ നടത്തിയ സമയത്ത്, എനിക്ക് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന സമയത്ത് എനിക്ക് പ്ലാനൊക്കെ കേട്ടപ്പോൾ തോന്നിയ ഒരു അഭിപ്രായം, എന്തായാലും വിദേശ യാത്രയൊക്കെ പോകാൻ ഇവിടെ സാധിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത്യാവശ്യം സാമ്പത്തിക കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴൊന്നും എനിക്ക് സാമ്പത്തികമായിട്ട്, ഞാൻ അന്ന് ഒരു ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നുണ്ട്, LICയുടെ നല്ലൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം സാമ്പത്തികമെല്ലാം ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും പറഞ്ഞപ്പോൾ എനിക്കതിലേക്ക് ഒരു താല്പര്യമല്ലായിരുന്നു. പക്ഷെ ബിസിനസ്സിൽ നമുക്ക് ഇങ്ങനെ മനോഹരമായിട്ടുള്ള യാത്രകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ വല്ലാതെ ആകർഷിച്ചു. അപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഇൻഷുറൻസ് ഫീൽഡും ഈ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീം വർക്കാണ് നടക്കുന്നത്. അപ്പൊ ആ ടീം വർക്കിലൂടെ നമുക്ക് നല്ലൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനുശേഷം നല്ല രീതിയിൽ ഈ ബിസിനസ് മനസ്സിലാക്കി ഞാൻ ആദ്യം ഒരു ബ്രോൺസ് ഡയറക്ടറായിട്ട് ക്വാളിഫൈ ചെയ്തു. അപ്പോൾ എനിക്ക് നല്ലൊരു ഇൻകം കിട്ടി. അതിനുശേഷം എനിക്ക് സിൽവർ ഡയറക്ടറിന് പകരം പെട്ടെന്ന് തന്നെ എനിക്ക് ഗോൾഡ് ഡയറക്ടർ ആകാനുള്ള ഒരു സാധ്യത കിട്ടി. അപ്പോൾ എനിക്ക് ഏകദേശം 43,000-ൽ കൂടുതൽ വരുമാനമാണ്. പിന്നീട് ഞാൻ സ്റ്റാർ ഡയറക്ടറിലേക്ക് പോകുന്നു. അവിടെ എനിക്ക് നല്ല വരുമാനം, ഏകദേശം 73,000 സംതിങ് എനിക്ക് വരുമാനം കിട്ടി. അപ്പൊ ഇതെല്ലാം ഒരു ടീം വർക്കിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതേപോലെ തന്നെ കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള നമ്മളുടെയൊക്കെ ലീഡേഴ്സ് നമുക്ക് ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിന്നിങ് ടീമിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, ടീച്ചിങ്സ് കിട്ടുന്നുണ്ട്, ട്രെയിനിങ് കിട്ടുന്നുണ്ട്, അല്ലേ? ഇതിനുശേഷം ഞാൻ രക്ഷപ്പെട്ടത് എൻ്റെ അടുത്ത ലെവല്, അതായത് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം യൂറോപ്യൻ ട്രിപ്പ്, അതിലേക്കുള്ള ഒരു ഫോക്കസ് ആയിരുന്നു ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. അതും നന്നായിട്ട് ഡയമണ്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നീട് ഈ ടീം വർക്കിന്റെ പ്രാധാന്യവും ശരിക്കും പറഞ്ഞാൽ സിസ്റ്റം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ സിസ്റ്റം ബേസ് ചെയ്ത് ഞാൻ പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ക്രൗൺ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ ക്രൗൺ ഡയറക്ടറായി. ആ സമയത്ത് എനിക്കുണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വല്ലാതെയായിരുന്നു. കാരണം വളരെ ഒരു വർഷക്കാലം കൊണ്ട് തന്നെ ഞാൻ ഒരു ക്രൗൺ ഡയറക്ടറായിട്ട് വിജയിക്കുന്നതിന്, സക്സസ് ക്രിയേറ്റ് ചെയ്യാനും എനിക്ക് സാധിച്ചു. അത് ഒരു പ്രത്യേക മോഡലിൽ കൂടിയായിരുന്നു. അതായത് 6 ലെഗിലും LOB മേടിച്ചുകൊണ്ട് എനിക്ക് അത് സാധിച്ചെടുക്കാനായിട്ട് പറ്റി. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ടീം വർക്ക് തന്നെയാണ്. ടീം വർക്കിലൂടെ മാത്രമാണ് ഇത് സാധിക്കുകയുള്ളൂ, അല്ലെ? സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട്, നമ്മുടെ ലീഡേഴ്സിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട്, അതേപോലെ അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് എല്ലാം ചെയ്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ സാധിച്ചത്. മാത്രമല്ല, നമ്മൾ എന്ത് CO മീറ്റിംഗ് ഉണ്ടെങ്കിലും VIP ഉണ്ടെങ്കിലും എന്ത് വന്നാലും നമ്മൾ അവിടെ പങ്കെടുക്കും. എല്ലാ ആഴ്ചയിലും നടക്കുന്ന COയിൽ പങ്കെടുക്കും ഞാൻ. അത് മാത്രമല്ല, പങ്കെടുത്താൽ മാത്രം പോരാ, നമ്മുടെ കൂടെയുള്ള ആളുകളെ, ബിസിനസ് പാർട്ട്നേഴ്സിനെ അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുകയും അവരെ കൂടി ഇതേപോലെ അവർക്കും കൂടി ഒരു ഇൻകം മേടിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇതെല്ലാം സാധിച്ചു. അതിനുശേഷം എനിക്ക് കാർ ഫണ്ടിലൂടെ നല്ലൊരു കാർ വാങ്ങിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ വിദേശ യാത്രകൾ പോകാനും ഭാഗ്യമുണ്ടായി.
വിദേശ യാത്രകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് 5ഓളം രാജ്യങ്ങളിൽ ഞാൻ പോയി കഴിഞ്ഞു. ഇനിയും അടുത്ത രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. വളരെ സന്തോഷമായിട്ട് പോകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോവിഡ് കാലഘട്ടം വളരെ ഭയങ്കര വിഷമം പിടിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്, അല്ലേ? ഒരുപാട് ആൾക്കാർ, ഒരുപാട് വിഷമങ്ങൾ, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോയത് കൊണ്ടുണ്ടായ ഒരുപാട് വിഷമങ്ങൾ ആൾക്കാർ അനുഭവിച്ച ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ വെസ്റ്റേജ് കമ്പനി അതിമനോഹരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് ശരിക്കും വളരെ കാര്യമായിട്ടുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ 2ാമത്തെ കാർ എനിക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിച്ചു, എക്കോസ്പോർട്ട്. ആ സമയത്ത് തന്നെയാണ് എൻ്റെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ക്വാളിഫൈ ചെയ്യാനും എനിക്ക് സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ സന്തോഷമുള്ള ഒരു കാലഘട്ടമായിരുന്നു. കാരണം കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ വനിതകളുടെ ആദ്യ സ്ഥാനത്ത് തന്നെ എനിക്ക് ഒരു യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആവാനുള്ള ഒരു ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. അതെനിക്ക് എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കി. അതുപോലെ തന്നെ ഹൗസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എൻ്റെ മകനെ സപ്പോർട്ട് ചെയ്യാൻ, അവരൊരു വീടൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പുണ്യമായിട്ട് ഞാൻ കണക്കൂട്ടുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ മകന്റെ മുൻപിൽ എനിക്കൊരു റോൾ മോഡൽ ആകാനും കൂടി സാധിച്ചു. KSRTCയിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അദ്ദേഹത്തിനെ സഹായിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും നല്ല ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്നതിനും നല്ല സക്സസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എനിക്ക് വളരെ കാലം കൊണ്ടുണ്ടായ ഒരു കുറെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലേ തൊട്ട് എനിക്ക് അധികം ഒന്നും പഠിക്കാൻ സാധിച്ച ഒരു വ്യക്തിയൊന്നുമില്ല. വളരെ നേരത്തെ തന്നെ മാരേജ് ആയ ഒരാളാണ് ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ മാരേജ് കഴിഞ്ഞു പോയി. അപ്പൊ പിന്നീട് പഠിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്ക് സാധിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ വീട്ടുകാരെ കൊണ്ട് അത് പറ്റിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എന്നും വളരെ ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലുമൊക്കെ പഠിക്കണം എന്നുള്ളത്. ഇത് വൈകിയാണെങ്കിലും ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ +2 പരീക്ഷ പാസ്സായി. കാരണം 90% കൂടി എനിക്കത് വളരെ സന്തോഷമായിരുന്നു. കാരണം എനിക്ക് അതിനുള്ള ഒരു പ്രചോദനം കിട്ടിയത് തന്നെ ഈ ഒരു കമ്പനിയിൽ വന്നതിന് ശേഷമാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന കുറേ പഠിത്തങ്ങൾ, അതായത് സ്റ്റഡീസ് എല്ലാം നമ്മുടെ COയിലും പല ദിക്കിൽ നിന്നും കിട്ടുന്ന അറിവുകൾ എനിക്ക് എക്സാം നല്ല രീതിയിൽ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. അത് ഞാൻ എല്ലാ ദിക്കിലും പറയുന്നുണ്ട്. കാരണം ഈ കമ്പനിയിൽ വന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയേറെ മാർക്ക് മേടിച്ചുകൊണ്ട് ഞാൻ പഠിച്ച ആ സ്ഥാപനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല, പക്ഷെ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക്. അങ്ങനെ എനിക്ക് പാസ്സാകാനുള്ള ഒരു സാധ്യത ഉണ്ടായി. അതോടൊപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ പ്രായത്തിലൊന്നും അങ്ങനെയൊന്നും വളരെ അപൂർവം ആൾക്കാർക്കാണ് ഇതൊക്കെ സാധിക്കാറുള്ളൂ. ഈ പ്രായത്തിൽ എനിക്ക് ശരിക്കും 68 വയസ്സ് കഴിഞ്ഞു. ഈ ഒരു സമയത്ത് ഒരു ഗ്രാൻഡ് മദർ, അതായത് ഒരു മുത്തശ്ശിയാണ് ഞാൻ. 4 പേരക്കുട്ടികൾ എനിക്കുണ്ട്. അവരുടെ എല്ലാം സന്തോഷം എനിക്ക് അവർ പഠിക്കുന്നത് പോലെ ഞാനിരുന്ന് പഠിക്കാൻ നോക്കി എന്നുള്ളതാണ്. അപ്പൊ അതിനെല്ലാം കാരണം ഈ കമ്പനിയിലുള്ള എൻ്റെ ഒരു എന്താ പറയുക, ഇവിടെ നിന്ന് കിട്ടുന്ന മോട്ടിവേഷനും ട്രെയിനിങ്ങും ടീച്ചിങ്സും എല്ലാം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഇന്ന് നമുക്കറിയാം ഒരു DLCP ഓൺ ചെയ്യുന്ന കാര്യം. പെരുമ്പാവൂരുള്ള DLCP 6 മാസമായിട്ട് ഓൺ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്കുണ്ടായി. അതെന്തുകൊണ്ട്? അതും ഇതുപോലെയുള്ള ഡ്രീംസ് ഒക്കെ നമ്മളിൽ കിടന്നതുകൊണ്ടാണ്. തുടക്കകാലത്ത് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ഇത്. ഈ DLCP എനിക്ക് ഒരെണ്ണം വേണം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് കുറെ ശ്രമങ്ങൾ ഞാൻ നടത്തി. പിന്നീട് ഞാൻ അതിൽ പിന്മാറുകയാണ് ഉണ്ടായത്. പക്ഷെ ഈ വൈകിയ വേളയിൽ എനിക്ക് ഇപ്പോൾ DLCP നടത്താനുള്ള ഒരു ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. വളരെ സന്തോഷമുണ്ട്. ഇതെല്ലാം നടന്നത് ശരിക്കും പറഞ്ഞ ടീം വർക്കിലൂടെയാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഈ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് എന്ന് പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് വേറെ ഒന്നും ചെയ്ത് എനിക്ക് ഒരു പരിചയമൊന്നുമില്ല. ഈ മേഖലയിൽ ഞാൻ ആദ്യമായിട്ട് വന്ന ഒരാളാണ്. പക്ഷെ നമ്മളുടെ ഒരു അർപ്പണ മനോഭാവം, നമ്മുടെ ആത്മധൈര്യം, നമ്മുടെ വിശ്വാസം, നമ്മുടെ സ്ട്രോങ് ഡിസിഷൻ, ഇതെല്ലാം കൊണ്ട് നമുക്കിത് നടത്തിയെടുക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ഇനി എല്ലാവർക്കും ഇത് നടത്താനും സാധിക്കും. ഇനി വേറെ ഒരു ഡ്രീമും കൂടെ എനിക്കുണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, എനിക്കൊരു 3 ലക്ഷമെങ്കിലും വരുമാനം മേടിക്കണം. അതെന്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണ്. ഞാൻ ഡ്രീം ബുക്കിൽ എന്നും എഴുതി എനിക്ക് 3 ലക്ഷം രൂപ വരുമാനം കിട്ടണം എന്നിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അതിനുള്ള പ്രവർത്തനങ്ങൾ, അതിനുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ട്. അവർ പറയുന്ന മാതിരി പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ ഒപ്പം നിന്നുകൊണ്ട് തന്നെ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയേറെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലൊരു കമ്പനിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കിട്ടിയിരിക്കുന്നത്, ഏറ്റവും നല്ലൊരു ടൈമാണ്.
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിന്നിംഗ് ടീമിന്റെ അണ്ടറിൽ, അതായത് അസോസിയേറ്റ് ചെയ്ത ഈ ഒരു ഭാഗത്തിൽ നമ്മൾ വരുമ്പോൾ ശരിക്കും പറയാൻ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഏകദേശം 5.5 കോടി ജനങ്ങള് ലക്ഷങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ വിന്നിംഗ് ടീമിന് കഴിയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് സാധിച്ചുകൂടാ? ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഏതൊരു വ്യക്തി വിചാരിച്ചാൽ ഇതെല്ലാം സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. കാരണം എന്റെ ഏജ് അത് ഇന്ന് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ വളരെ സ്പീഡിൽ ഓടുമായിരുന്നു. ഏജ് കൂടിയതുകൊണ്ട് മാത്രം ഞാൻ സ്പീഡിൽ ഓടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന ആളുകൾ വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ ഇന്ന് പ്ലാൻ പറഞ്ഞ സുഷിതാമ്മക്കൊന്ന് നോക്കൂ. ഇതുപോലെയൊന്നും ആദ്യകാലത്തൊന്നും ഒരു പ്ലാൻ പറയാൻ പോലും അറിയില്ലായിരുന്നു. എന്നിട്ടും പതുക്കെ പതുക്കെ നീങ്ങിയാണ് നമ്മള്. അപ്പൊ ഇവിടെ നമുക്ക് എന്തും സാധിച്ചെടുക്കാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും നല്ല തീരുമാനമെടുക്കുക, നല്ല സ്ട്രോങ് ഡിസിഷൻ എടുക്കാനാണ് ഞാൻ പറയുള്ളൂ. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇന്ന് ഈ വിന്നിംഗ് ടീമിന്റെ അണ്ടറിൽ ഈ ബാനറിൽ എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കാൻ അവസരം തന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ ലീഡേഴ്സിനോടും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം നമ്മുടെ ഒരു കൂട്ടം ആളുകൾ ഇന്ന് സ്കോട്ട്ലൻഡ് കാണാനുള്ള കാര്യത്തിന് പോയിരിക്കുന്നു. അവർക്കും പ്രത്യേകം നന്ദി. ഇതൊക്കെയാണെങ്കിലും എൻ്റെ ഫോട്ടോയോ അതെല്ലാം കാര്യം കറക്റ്റ് സമയത്ത് ഇവിടെ പോസ്റ്റ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറിന് പ്രത്യേകം ഒരു കയ്യടി കൊടുക്കാം. കാരണം സാർ അത് മറക്കാതെ ചെയ്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോ ലീഡേഴ്സും അവരുടെ കടമകളെല്ലാം വളരെ മനോഹരമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി. പേരെടുത്ത് പറയാൻ പറ്റില്ലാത്തോളം ആളുകളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. വിഷ് യു വെൽ. താങ്ക് യു. താങ്ക് യു സലീം മാം. വളരെ മനോഹരമായി. കാരണം മാഡത്തിന്റെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ഈ മാഡം ഏജ് പറഞ്ഞു, ആ ഏജിലും ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റിയത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയോട് കണക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഓരോ അറിവും വലിയ നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് മാഡത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി. നമ്മളുടെ ആത്മവിശ്വാസം കൂടുന്ന തരത്തിലാണ് മാഡം ഇന്ന് സംസാരിച്ചുള്ളത്. താങ്ക് യു സോ മച്ച് മാഡം. അപ്പൊ ഇനിയും മാഡം വിചാരിച്ച പോലെ ആ വലിയ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാനും അതുപോലെ ആ 3 ലക്ഷം വരുമാനത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനും ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. കൂടുതൽ യാത്രകൾ, വലിയ യൂറോപ്യൻ ട്രിപ്പുകൾ അച്ചീവ് ചെയ്യാനും സാധിക്കട്ടെ. അതിലൊക്കെ പോവാനും മാഡത്തിന് സാധിക്കട്ടെ. മാഡത്തിന്റെ കൂടെ ഞങ്ങളും ഉണ്ടാവുന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മാം. അപ്പൊ ഇന്ന് ഈ നമുക്ക് പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത സുഷിത മാം, അതുപോലെ ഇന്ന് നമുക്ക് ഈ ഒരു ക്ലോസിംഗ് സെഷൻ ചെയ്ത സതീദേവി മാം, രണ്ടുപേർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ ഒരു അവസരം തന്ന വിന്നിംഗ് ടീം ലീഡേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വിഷ് യു വെൽ. ഗുഡ് നൈറ്റ്.